ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ മത്തി അത് നമുക്ക് നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കറി വെച്ചാലോ. ഇത് നമുക്കില്ലേ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോട്ടാ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അതിൽ ഏത് പാത്രമുള്ള ആ ഒരു പാത്രം എടുക്കട്ടോ. ഇനി ആ ഒരു ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ, അതൊരു മീഡിയം എരിവാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കുരുമുളകും 3 ടേബിൾ സ്പൂൺ മല്ലിയും അതും കൂടി ചേർത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. ഈ ഒരു മല്ലിയും കുരുമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം മൂത്തെന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് പൊട്ടും കേട്ടോ. ആ ഒരു സമയം വരെ ഒരു 2 മിനിറ്റ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ചൂട് ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലോട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കേട്ടോ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആ ഒരു ചൂടാക്കിയ ചട്ടി തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് വരണം. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് വരും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. ഒരു സവാളയുടെ പകുതി, അതായത് ഏകദേശം ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 2 പച്ചമുളക് അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് ചേർത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പച്ചമുളക് കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ആ ഒരു ഉള്ളി പച്ചമുളക് അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറണം. അങ്ങനെ നമ്മുടെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച മിക്സി ഉണ്ടല്ലോ, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് പാരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതിൽ വെള്ളമായിട്ട് ചേർക്കുന്നത്, വേറൊരു വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം നമ്മൾ പൊടിച്ച് വെച്ച ഇതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് പാർന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ വെള്ളത്തിന്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളവും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. നല്ല പോലെ തിളപ്പിക്കണം. ഇപ്പം നന്നായിട്ട് വെള്ളം പോലെയല്ലേ ഉള്ളത്, ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. ആ ഒരു സമയം വരെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ മത്തി ഒരു 7 എണ്ണം മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള 7 മത്തി എടുത്തിട്ടുണ്ട്. പക്ഷെ മത്തി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അടിപൊളിയാണല്ലോ.
മത്തി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു ചാറൊക്കെ മത്തിൻ്റെ മേലിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ മത്തി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് കറിയൊക്കെ ഒന്ന് കുറുകി മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കുറുകിയ കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അതായത് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി. ഇതിങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കറിയുമാണ്. നല്ല കുരുമുളകിട്ട് വരട്ടി എടുത്തിട്ടുള്ള എന്താ പറയുക മത്തിക്കറി ഉണ്ടല്ലോ, അത് കഴിക്കാൻ അടിപൊളിയാട്ടോ. ഇത് നല്ല ചപ്പാത്തി അല്ലെങ്കിൽ നല്ല ചൂടുള്ള പൊറോട്ടയില്ലേ അതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതാ കുരുമുളകിട്ട് വരട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.